ഞാനേ കുറച്ചു ദിവസമായിരുന്നു ഞാൻ ഒരു കാര്യം പറയണം നടക്കണേ. അതിനു മുമ്പേ എനിക്കൊരു കാര്യം എന്നോട് പറയാനല്ല. എന്റെ ആ ഓലക്കമ്പത്തെ കാറ് കയറ്റി എന്റെ മതില് വിളിച്ചില്ലേ, അതിനുള്ളതാണിത്. ആ ഇനി അനക്കെന്താ പറയാനുള്ളത് പറയും. ഞാൻ കുഞ്ഞെന്താ പറയണ ഇതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ ഞാന് എന്റെ കാറേ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മതിലുമ്മ തട്ടി. അങ്ങനെ തന്നെ മതില് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞ്. അപ്പൊ അതിനൊന്ന് ചെറുതായിട്ട് എടുത്ത് വന്നു ചെയ്തില്ല. ഇനി എന്റെ മതില് പൊളിച്ചത് വലുതായിട്ട് എനിക്ക് കായ് എന്റെ മതില് പൊളിച്ചാല് എന്റെ മതില് എനിക്കിന്റെ കാറ് പമ്പറൊക്കെ പോയില്ലേ? പമ്പറ് പോയാനോ? എന്റെ മതില് പുതിയ ഞാൻ കെട്ടിയതാണ്. എന്റെ കാറേ പുതിയ മേടിച്ചല്ലേ? അത് എഴുതി എന്റെ പുതിയ മതില് അന്റെ പുതിയ കാറ് വന്ന് മുട്ടിയതല്ലോ. അന്റെ പുതിയ കാറ് എന്റെ പുതിയ മെല്ലെ വന്ന് മുട്ടിയാലേ അപ്പൊ ഈ നഷ്ടപരിഹാരം തന്നേ പറ്റൂ. ഞാൻ വാങ്ങും. ഞാനേ കേരളയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റാ എന്തോ ആലക്കത്തെ ചാമ്പലായി മാറില്ല. സുഹൃത്തുമല്ല, അവൻ എന്റെ ഇറച്ചിയും പണിക്കാൻ നിൽക്കാം. എന്താ പ്രശ്നം? ഇവൻ അവന്റെ കാറ് കയറ്റിന്റെ മതിൽ ഓടിച്ചു, അതിന്റെ പ്രശ്നം. അപ്പൊ മതിലുമ്പോ കൂടെയാണോ വണ്ടി ഓടിക്കല്? മതിലുമ്പോ കൂടെ വണ്ടി ഓടിച്ചത് നന്നായി. റോട്ടിൽ കൂടെ ആണെങ്കിൽ ഓടിക്കുന്നുണ്ടല്ലോ, മരണം സംഭവിക്കില്ല. മരണം എന്താ സുഹൃത്ത്, ഈ RTO ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? അതായത് ഞാൻ ഈ മറ്റേ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാ അപ്പൊ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ലൈസൻസ് ഇല്ല. അതല്ല, നിങ്ങളെ മതിൽ പൊളിഞ്ഞോ? മതിൽ പൊളിഞ്ഞു. പൊളിയട്ടോ മതിൽ പൊളിയട്ടേന്നോ? അതെ. ഞാനേ കണ്ട പട്ടിയാളും പൂച്ചാളും കോഴിക്കളും കയറി നരഞ്ഞിട്ട് ശല്യം കൊണ്ട് ഞാൻ മതിൽ കെട്ടിണ്ടാക്കിയതാ. അതാണ് വയസ്സുമനും കൂടെ എടുത്തതിന് മുമ്പ് പോവാൻ വണ്ടി കയറ്റി പൊളിച്ചത്. എനിക്കതിന് പട്ടിയും പൂച്ചയും കോഴിയും ഒക്കെ ഒന്ന് കയറിക്കോട്ടെ. ഇന്നാലെ കുറെ മനുഷ്യന്മാരെ അതിന്റെ അകത്തുനിന്ന് പുറത്ത് എടാ, പണ്ടൊക്കെ നിന്റെ അമ്മ ഇവന്റെ വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. ഇവന്റെ അമ്മ മല്ലി മുളക് സാധനങ്ങളൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചിരുന്നു. പക്ഷെ ഇന്ന് അത് സാധിക്കോ? അതിന്റെ കാരണം എന്താ? മതിലുകൾ. ഇനിയിപ്പോ ആ മതില് കെട്ടിയ വീട്ടിൽ എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് പോയിട്ട് അവരെ സഹായിക്കാൻ പറ്റില്ല. കാരണം എന്താ? മതിലുകൾ പൊളിയട്ടെ, മതിലുകൾ പൊളിയട്ടെ. പക്ഷെ എന്തായാലും സംഭവം സാറിന്റെ വാക്കുകള് നമ്മളെ കണ്ണു പറഞ്ഞു. കാരണം ഞാൻ എന്റെ മതിൽ പൊളിച്ച് എനിക്ക് ഭയങ്കര സത്യത്തിൽ ഭയങ്കര സങ്കടം. ഞാൻ കെട്ടിത്തരാം. നിങ്ങളെ വിഷയങ്ങളൊക്കെ തീർന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നമ്മൾ ഇത്രയൊക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. തീർച്ചയായും. ഞാൻ സ്കൂളിൽ പോയിട്ട് എനിക്ക് ഇത്ര അറിവ് കിട്ടി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കണം. എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എന്റെ വീടുമായിട്ട് എന്റെ വീട് ആ ഉമ്മറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടാണ്. ഉമ്മറിന്റെ വീടിന്റെ അടുത്ത് ഉമ്മറിന്റെ വീട് തൊട്ടടുത്ത് മന പോലത്തെ വീടിന്റെ അപ്പുറത്തെ തൊട്ടപ്പുറത്ത് വലിയൊരു മതിലൊക്കെ കെട്ടി പെയിന്റ് ഒക്കെ അടിച്ച വെള്ള പെയിന്റ് അടിച്ച മതിലിന്റെ അകത്തുള്ള ആ വീട്. അപ്പൊ എന്റെ വീടുമായിട്ട് വരണം, നമുക്ക് സംസാരിക്കാം. ഓക്കെ സാർ. എന്റെ ജീവിതത്തില് ഞാൻ ഇത്ര അറിവുകളുടെ ഒരാളെ കണ്ട് ശങ്കരാചാര്യനാണ്. ഈ ഒരു അറിവ് നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യം. ഇവിടെ നാട്ടിലൊക്കെ നമ്മൾ അറിഞ്ഞില്ലല്ലേ? ശരിയാണ്, ഭയങ്കര സംഭവം. എന്തായാലും പോണം. കുറച്ചുകൂടെ ഒക്കെ നമുക്ക് അറിവുകൾ കിട്ടണം. അല്ല, എവിടെ വീട് ഇങ്ങനെ പോയിട്ട് ആ ഉമ്മറിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് മനന്റെ വീടിന്റെ അപ്പുറത്ത് വലിയൊരു മതിലൊക്കെ മതില മതില്